എല്ലാ വർഷവും സാംസങ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഒക്കെ ലോഞ്ച് ചെയ്യാറുള്ളതാണ്, അവരുടെ ഗാലക്സി എസ് സീരീസ്. അപ്പൊ ഇനി വരാൻ പോകുന്ന സാംസങ് ഗാലക്സി S23 സീരീസിന്റെ ഡീറ്റെയിൽസും ലീക്സ് ആൻഡ് റൂമേഴ്സ് ആയിരിക്കും ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഈ ഫോൺസിന്റെ ഒക്കെ ലോഞ്ച് ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോൺസ് മിക്കവാറും ഇവിടെ ഫെബ്രുവരി 2023 ആയിരിക്കും ലോഞ്ച് ആവാനൊക്കെ പോകുന്നത്. പിന്നെ ഇവിടെ റൂമറൊക്കെ ഉണ്ട്, ഈ ഫോൺസ് മിക്കവാറും ഇവിടെ ഫെബ്രുവരി 17 ഒക്കെ ആയിരിക്കും ലോഞ്ച് ആകാൻ പോകുന്നത്. ഡേറ്റ് ഇതുവരെ ഒന്നും കൺഫേം ഒന്നുമില്ല, പക്ഷെ മിക്കവാറും ഇത് ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും ലോഞ്ച് ആവാനൊക്കെ പോകുന്നത്. പിന്നെ ഈ S23 സീരീസിൽ ഇവിടെ 3 ഫോൺസ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഒന്നാണ് S23, S23 Plus, S23 Ultra ഒക്കെ ഉണ്ടാവും. അപ്പം അതേ സെയിം ഒരു ലൈനപ്പ് തന്നെയാണ് S22 സീരീസ് വെച്ചൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഇവിടെ ഡിസൈനിലൊക്കെ നോക്കുവാണെങ്കിൽ S23യുടെയും S23 Plusന്റെ ഒക്കെ ഡിസൈനിൽ ഇവിടെ ചേഞ്ചസ് ഉണ്ടാകാൻ പോവാണ്. ബാക്ക് ഡിസൈൻ ഒക്കെ മാറാനൊക്കെ പോവാണ്. ഈ ഫോൺസിന്റെ ഒക്കെ ബാക്കിൽ ആ ഒരു ലുക്കൊക്കെ മാറാനൊക്കെ പോവാണ്. ബാക്കിയൊക്കെ സെയിം ഒക്കെ ആവാൻ പോവാണ്. പിന്നെ S23 Ultrയ്ക്ക് അത് അതേപടിയൊക്കെ ആയിരിക്കും, നിങ്ങൾക്കറിയാം S22 Ultra പോലെയൊക്കെ ആയിരിക്കും ഈ ഫോണിന്റെ ഒക്കെ ലുക്ക്. പക്ഷെ ഇനി മുതൽ സ്ക്രീനൊക്കെ ഫ്ലാറ്റർ ആവാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. സ്ക്രീൻസ് ഇനിയിപ്പോൾ ഫ്ലാറ്റ് ആവാനൊക്കെ പോവാണെന്ന് പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ഐസ് യൂണിവേഴ്സ്. പിന്നെ ഇവിടെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറിലൊക്കെ ചേഞ്ച് ഉണ്ടാകാൻ പോവാണ്. ഇനി മുതൽ ഇനിയിപ്പോൾ സെക്യൂർ ഒക്കെ ആയിരിക്കും, ഫാസ്റ്റർ ഒക്കെ ആയിരിക്കും. അത് ഇനി അല്ലാതെ ഇനി മുതൽ നിങ്ങൾ സ്ക്രീനൊക്കെ നോക്കുവാണെങ്കിൽ ഇനി മുതൽ ഇതിന്റെയൊക്കെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഇനി മുതലൊക്കെ കൂടാനൊക്കെ പോവുകയൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ചുകൂടെ ഇനി വൈബ്രന്റ് ആയിട്ടുള്ള സ്ക്രീൻസ് ഒക്കെ ആയിരിക്കും സാംസങ്ങിന്റെ. അപ്പൊ സാംസങ് ഇനി എല്ലാ വർഷമൊക്കെ ഫോണൊക്കെ ലോഞ്ച് ആകുമ്പോൾ അവരുടെയൊക്കെ ഫോൺസിന്റെ ഒക്കെ സ്ക്രീൻ നല്ലതാവാറൊക്കെ ഉള്ളൂ. ഈ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോവുകയൊക്കെ ആയിരിക്കും. പിന്നെ അടുത്തത് ഈ ഫോൺസിലേക്ക് ക്യാമറസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ S23 Ultrയ്ക്കകത്ത് നിങ്ങൾക്ക് ഇവിടെ 200 മെഗാ പിക്സൽ ക്യാമറ ഒക്കെ വരാൻ പോവുകയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിലും ഒക്കെ 3 മോഡ് ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 12 MB മോഡൊക്കെ ഉണ്ട്, പിന്നെ 50 MB ഉണ്ട്, പിന്നെ ഇവിടെ 200 MB ഒക്കെ ഉണ്ട്. 200 MB നിങ്ങളിപ്പോൾ ഫോട്ടോസ് വല്ലൊക്കെ ക്ലിക്ക് ചെയ്യാനൊക്കെ നോക്കുവാണെങ്കിലും ഇവിടെ പ്രോസസ്സിങ്ങിലൊക്കെ ടൈം എടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മിക്കവാറും ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ ഏജന്റ് യൂസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയാണ് കൂടുതലെന്ന് പറയുന്നുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ വരുന്നുണ്ട്. പക്ഷെ ക്യാമറാസിനെ പറ്റി പറയുകയാണെങ്കിലാണ് ഇതിൽ നിങ്ങൾക്ക് സെയിം ഒക്കെ ആയിരിക്കും ഏകദേശം. നിങ്ങൾ ഇവിടെ S22 സീരീസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഫോണിലും നിങ്ങൾക്ക് ഇവിടെ 3x സൂം ഒക്കെ ഉണ്ട്, പിന്നെ 10x സൂം ഒക്കെ ഉണ്ടാകാൻ പോവാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ടെലിഫോട്ടോ ലെൻസ് ഇനിയിപ്പോൾ ബെറ്റർ ആകാൻ പോകും. അത് തന്നെ അല്ലാതെ ഇനി മുതൽ വീഡിയോ സ്റ്റെബിലൈസേഷനും ഇംപ്രൂവ് ആവാനൊക്കെ പോവുകയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ സ്റ്റെബിലൈസേഷൻ്റെ ഒക്കെ ഫീച്ചറൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒക്കെ കൂടുതലും 1080pയിലൊക്കെയാണ് റെക്കോർഡൊക്കെ ചെയ്യുന്നത്. ഇനി മുതൽ നിങ്ങൾക്ക് 4Kയിലൊക്കെ അതിൻ്റെ ഓപ്ഷൻസ് വന്നേക്കാം. 4Kയിൽ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിങ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ സ്റ്റെബിലൈസേഷൻ്റെ ഫീച്ചറൊക്കെ വന്നേക്കാം. പറഞ്ഞ അൾട്രാ സ്റ്റഡി മോഡ് ഇതുപോലത്തെ ഫീച്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇനി മുതൽ 4Kയിലൊക്കെ വന്നേക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ അത് അല്ലാതെ ക്യാമറാസിനകത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും സെൽഫി ക്യാമറ ഇംപ്രൂവ് ആകാനൊക്കെ പോവാണ്, വീഡിയോ റെക്കോർഡിംഗ് ഇംപ്രൂവ് ആകാൻ പോവാണ് മെയിനായിട്ട്. അപ്പൊ ബാക്കി ഇവിടെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, പിന്നെ ഇവിടെ വലിയ ഇൻഫോർമേഷൻസ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ 200 MB ഒക്കെ യൂസ് ചെയ്യാൻ പോവാണ് S23 Ultrയ്ക്കകത്തൊക്കെ. അടുത്തത് ഇതിന്റെയൊക്കെ പ്രോസസ്സറിലോട്ട് പോവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് സ്നാപ്ഡ്രാഗൺ A10 ആവാനുള്ള സാധ്യതകളൊക്കെയാണ് കൂടുതൽ. എക്സിനോസ് ഇവിടെ യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. എന്നാലും ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒക്കെയാണ്. പക്ഷെ ഇത് ആവാനുള്ള സാധ്യതകളൊക്കെയാണ് കൂടുതൽ. പിന്നെ ഇവിടെ അഥവാ ഇവർ S23 സീരീസിനകത്ത് അവർ ഇത് വെക്കുവാണെങ്കിൽ ഇവർ ഈ അൾട്രാ ഫോണിനകത്ത് അവർ സ്നാപ്ഡ്രാഗൺ A10 ഇവിടെ അവർ ക്ലോക്ക് സ്പീഡൊക്കെ കൂട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫോൺ S23 Ultra ആവാനുള്ള ഇവിടെ ചാൻസസ് ഒക്കെ കാണുന്നൊക്കെ ഉണ്ട്. അപ്പം അഥവാ അവർ ഇപ്പോൾ ഫോണിനകത്തൊക്കെ വെക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് അൾട്രക്കകത്ത് വെക്കുവാണെങ്കിൽ അവർ ഇതിൻ്റെയൊക്കെ ക്ലോക്ക് സ്പീഡൊക്കെ കൂട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ അത് തന്നെ അല്ലാതെ GPU പെർഫോമൻസിനകത്തും ഒരു ബൂസ്റ്റൊക്കെ അവരിവിടെ കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഗെയിമിംഗ് ആയിക്കോട്ടെ ഇനി മുതലൊക്കെ നല്ലതാകാൻ പോവാണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ A10 നോക്കുവാണെങ്കിൽ അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാനൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് വാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സറിനകത്ത് എന്താണ് ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഹീറ്റിംഗ് ഒക്കെ കുറവാവാനൊക്കെ പോവുകയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ബാറ്ററി കൺസപ്ഷൻ ഒക്കെ ഇപ്രാവശ്യം കുറവാണെന്നൊക്കെ നമ്മൾ ഇവിടെ കേൾക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ബെഞ്ച് മാർക്ക് സ്കോർസ് നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ A16 ഒക്കെ ഏകദേശം അടുത്തടുത്തൊക്കെ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഒരു ചിപ്സെറ്റ് ഒക്കെയാണ്. ഹീറ്റിംഗ് ഇഷ്യൂസ് അവരിപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ടോ ഏകദേശം. നിങ്ങൾക്ക് നല്ല ഒരു ബാറ്ററി എഫിഷ്യൻസി ആയിരിക്കും കാണാനൊക്കെ സാധിക്കുന്നത്.
ഈ ഒരു പ്രോസസ്സറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ GPUയുടെ പിന്നെ CPU ഒക്കെ അവർ ഇവിടെ ക്ലോക്ക് സ്പീഡൊക്കെ അവർ ഇനി ഒരു കൂട്ടാനൊക്കെ പോവുകയും ചിലപ്പോൾ ഇവിടെ സാധ്യതകളൊക്കെ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയുടെ ഒക്കെ ഫീച്ചർ ഈ ഒരു ഫോണിലൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ ഏകദേശം എല്ലാ ഇവിടെ രാജ്യങ്ങളിലും ഇതൊക്കെ വർക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആപ്പിൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഐഫോൺസിനകത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം അമേരിക്കയിലും ഇവിടെയൊക്കെ വർക്കാവുന്നതൊക്കെ ഉണ്ട്. എല്ലാ ഇവിടെ കൺട്രീസ് ഒന്നും വർക്കാവുന്നില്ല. പക്ഷെ സാംസങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യയിലും ഈ ഒരു ഫീച്ചറൊക്കെ വർക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടായിരിക്കാം. അപ്പൊ എന്തോ നമുക്ക് നോക്കാം. പിന്നെ ഇനി നിങ്ങളിപ്പോ ബാറ്ററിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ S23 അൾട്രയ്ക്ക് നിങ്ങൾക്ക് അതേ 5000 mAh ബാറ്ററി ബാക്കപ്പ് തന്നെയായിരിക്കും. സെയിം തന്നെയാണ് നിങ്ങളിപ്പോ 22 അൾട്ര വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ. ബാക്കി രണ്ട് ഫോൺസ് ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ 200 mAh വെച്ചൊക്കെ കൂട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു സാംസങ് ഗാലക്സി S23 പറ്റിയുള്ള ഇപ്പൊ വന്നിരിക്കുന്ന വിവരങ്ങളെ പറ്റി. അപ്പൊ ഇനിയും നമുക്ക് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ തൽക്കാലം വന്നിരിക്കുന്ന ന്യൂസുകളും ലീക്കുകളും റൂമറുകളും എല്ലാം ഞാനിവിടെ ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.